ഹായ്, ഈ ഉറി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മലയാളികൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉറിയല്ല. ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉറി എന്ന് പറയുന്ന ഒരു ടൗണിൻ്റെ പേരാണ് കേട്ടോ. ഉറി ടൗൺ എന്ന് പറയുന്നത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ ഏകദേശം സ്ഥലം മനസ്സിലാക്കണം. നമ്മുടെ യൂണിയൻ ടെറിട്ടറി ജമ്മു കാശ്മീരിലുള്ളൊരു ഡിസ്ട്രിക്റ്റാണ് ബാരാമുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ജലം. അപ്പോൾ ഈ ജലം നദിയിൽ പണിഞ്ഞിട്ടുള്ളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ്. അതിൻ്റെ പേരാണ് ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. അടുത്തിടെയായിട്ട് വാർത്തകൾ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ഉറി എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഉറി പ്രൊജക്റ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ, ക്ലിയറൻസ് കിട്ടിയില്ല, അതിന് കാലതാമസം ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നിലവിൽ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് നോക്കിയത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ശരിക്കും ഈ ഉറി എന്ന് പറയുന്ന പ്രൊജക്റ്റ് ജലം നദിയിലാണെന്നും ഇത് അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കുറച്ച് ചരിത്രത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1960 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതേപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ളൊരു ഉടമ്പടിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും അത് മുമ്പോട്ട് പോവാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും കൺട്രോൾ ചെയ്യുന്ന നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ശരിക്കും ഇൻഡസ് എന്ന് പറയുന്ന നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും നമുക്ക് അറിയാവുന്നതാണ്. അതിലേക്ക് എത്തിച്ചേരുന്ന ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ നദികളെക്കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളാണ്. പാകിസ്ഥാനും ആവശ്യത്തിന് വെള്ളം കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 ഉണ്ടാക്കി സൈൻ ചെയ്തത്. ഇത് പ്രകാരം പ്രധാനപ്പെട്ട 3 നദികൾ, അതായത് ഇൻഡസ്, ജലം, ചെനാബ് എന്നുള്ള നദികൾ പാകിസ്ഥാന്റെ കൺട്രോളിലേക്കും രവി, ബിയാസ്, സത്ലജ് എന്നീ നദികൾ ഇന്ത്യയുടെ കൺട്രോളിലേക്കുമാണ് വരുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തു കൂടി ഒഴുകുന്ന നദികളായതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ കേട്ടോ, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇതിൽ നടത്താൻ പറ്റും. പക്ഷേ റൺ ഓഫ് വാട്ടർ പ്രൊജക്റ്റുകൾ മാത്രമേ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നദിയുടെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമാണ് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നിലവിൽ അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന്റെ പേര് ഉറി എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടർന്നും നമുക്ക് ആ വാർത്തകളൊക്കെ വീക്ഷിക്കാം, അതിലെന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് കാണാം. താങ്ക് യു.